നേതൃത്വത്തിൻ്റെ ഗുണം കൊണ്ടാണ് എന്ന് പലരും പറയുന്നില്ല. ഇത് നരേന്ദ്രമോദിയുടെ ഒരു 10 വർഷത്തെ ഭരണ നേട്ടം കൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെ ഇപ്പോൾ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ പോലുള്ള സ്റ്റാർ വാല്യൂ ഉള്ള ഒരു സ്ഥാനാർത്ഥി എത്തുന്നു. ഇതൊക്കെ മൂലമാണ് വിജയം കിട്ടിയത്, അല്ലാണ്ട് സുരേന്ദ്രനും ആ ടീമിൻ്റെയും അല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഒരു വികസന പ്രധാനം. പിന്നെ രാഹുൽ ഗാന്ധി വീണ്ടും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്ന് കേരളം പോലും വിശ്വസിക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നത്. നേതൃത്വത്തിൻ്റെ ഗുണം കൊണ്ടല്ല എന്നുള്ള ആക്ഷേപവും പാർട്ടി കേൾക്കുന്നുണ്ട് പലപ്പോഴും. അല്ല, ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു പാർട്ടിയുടെ പ്രകടനം ഏതെങ്കിലും ഒരു ഫാക്ടറിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമല്ലല്ലോ. അത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടറുകൾ ഒന്നിച്ച് പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെയൊക്കെ സംയോജിതമായിട്ടുള്ള ഒരു ഫലമാണ്. ഇവിടെ ഒരുപാട് ഘടകങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും ഒരു ഘടകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരൊറ്റ ഘടകം കൊണ്ടാണ് ഇത് മുഴുവൻ സംഭവിച്ചതെന്ന് പറയേണ്ട ആവശ്യമില്ല. നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ നേതൃത്വം തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളിൽ വളരെ അനുകൂലമായി പ്രതിഫലിക്കുന്ന ഒരു ഫാക്ടറാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഉദയം. അദ്ദേഹത്തിന് കീഴിലുള്ള ബി ജെ പിയുടെ കഴിഞ്ഞ 10 വർഷത്തെ പ്രകടനം, സർക്കാരിൻ്റെ പ്രകടനം, ഇത് ഒരുപാട് ആളുകളെ, നിഷ്പക്ഷരായിരുന്ന ആളുകളെ പോലും, ഒരുപക്ഷെ ബി ജെ പി വിരോധികളായിരുന്ന ആളുകളെ പോലും കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടയിൽ ബി ജെ പിയിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയക്കാരും നിരന്തരമായിട്ട് ബി ജെ പിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഒരുപാട് പരിഹാസങ്ങൾ, ഒരുപാട് പഴികൾ, ഒരുപാട് ആക്ഷേപങ്ങൾ, ഇതൊന്നും ശരിയല്ല, ഇവരെ പറ്റി നമ്മൾ ഇത്രയും കാലം തെറ്റിദ്ധരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് നല്ലൊരു മോഡലാണല്ലോ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്, ഇത് നല്ലൊരു സംഘടനയാണല്ലോ, നല്ലൊരു പ്രത്യയശാസ്ത്രമാണല്ലോ ഇവർ പിന്തുടരുന്നത്, ഇത് രാജ്യത്തിന് ഗുണമാണല്ലോ എന്നുള്ള കാഴ്ചപ്പാട് ഒരുപാട് ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് 2014 വരെ ഉണ്ടായിരുന്ന വോട്ട് ഷെയർ എത്രയാണ്? ഇപ്പോൾ 2024 ആയപ്പോഴേക്കും നമ്മുടെ വോട്ട് ഷെയർ എങ്ങനെ മാറി? സാധാരണഗതിയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ഒരുപാട് പുതിയ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടല്ലേ അത് സംഭവിച്ചത്. അതൊരു വലിയ ഘടകമാണ്. നരേന്ദ്രമോദി ഇതിലൊരു ഫാക്ടറേ അല്ല, അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ എടുക്കുകയാണെന്നൊന്നും ഒരാൾക്കും പറയാൻ സാധിക്കില്ല. നരേന്ദ്രമോദി ദേശീയ നേതൃത്വം വലിയ ഫാക്ടറാണ്, കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ള സർക്കാർ വലിയ ഫാക്ടറാണ്. അതുപോലെ തന്നെ പ്രധാനമായി കണക്കാക്കേണ്ട ഒരു ഫാക്ടറാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രകടനം, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ബി ജെ പി കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊരു ഘടകമാണ്. അല്ലാണ്ട് ദേശീയ നേതൃത്വത്തെ മാത്രം കണ്ടുകൊണ്ട് ആരും പ്രാദേശികമായിട്ട് വോട്ട് ചെയ്യില്ല. അതിന് ഒരുപാട് ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സാഹചര്യമാണ് എന്നതുകൊണ്ട് മാത്രം സംസ്ഥാനത്തെ സംഘടനയെയോ നേതൃത്വത്തെയോ പ്രവർത്തകരെയോ ഒന്നും തരിമ്പും വില വയ്ക്കാതെ ഞങ്ങളുടെ വോട്ട് നേരിട്ട് കേന്ദ്രത്തിലേക്കാണെന്ന് കരുതിയിട്ട് ആളുകൾ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് തങ്ങൾ ചെയ്യുന്ന വോട്ട് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവും എന്ന് തോന്നുന്ന മട്ടിലുള്ള വിശ്വാസ്യതയുള്ള ഒരു നേതൃത്വത്തെ സംസ്ഥാന തലത്തിലും സജ്ജമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടല്ലോ. അതല്ലെങ്കിൽ പിന്നെ സംസ്ഥാന ഘടകങ്ങൾ ആവശ്യമില്ലല്ലോ. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ കേന്ദ്രത്തിലൊരു നേതൃത്വം മാത്രവും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്ന പരിപാടി മതിയല്ലോ. അപ്പോൾ അതും ഒരു ഘടകം തന്നെയാണ്. അതിനെ നമ്മൾ എന്തിനാ മാറ്റി നിർത്തുന്നത്? ഒരു പാർട്ടി നല്ല പ്രകടനം നടത്തുമ്പോൾ ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന എല്ലാ ആളുകളും ആ പറയുന്ന മെച്ചപ്പെട്ട പ്രകടനത്തിൻ്റെ ഗുണഭോക്താക്കളോ അല്ലെങ്കിൽ അതിൻ്റെ അവകാശവാദികളോ ഒക്കെ തന്നെയാണ്. അല്ല, ആരെയും നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ബി ജെ പി നല്ല പ്രകടനം നടത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ എടുക്കുക. ആ മണ്ഡലങ്ങളിലെ പ്രാദേശിക നേതൃത്വം വളരെ നല്ല പ്രകടനം നടത്തിയിട്ടുണ്ട്. അവർ അതിൽ കാണണം. ദേശീയ നേതൃത്വത്തിൻ്റെയോ സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ മാത്രമല്ല. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയത് അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് വോട്ടർമാരെ എൻലിസ്റ്റ് ചെയ്യുന്നത്, പുതിയ വോട്ടർമാരെ എൻറോൾ ചെയ്യിക്കുന്നത് മുതൽ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടം വരെ ഞങ്ങൾ ജയിക്കും എന്നുള്ള മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ സുരേഷ് ഗോപിയുടെ ക്യാമ്പയിനെ നിയന്ത്രിച്ചത് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആർജിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സഭയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ആർജിക്കാൻ സാധിച്ചത് ശ്രീ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ നേതൃത്വം വളരെ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ഘടകങ്ങൾ ബാക്കി മണ്ഡലങ്ങളിലും ബാധകമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഒക്കെ അതുകൊണ്ട് തന്നെ ജയിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഘടകം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ സംയുക്തമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ തൃശ്ശൂർ ജയിച്ചപ്പോൾ തൃശ്ശൂരിലുള്ള ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രവർത്തനം വളരെ വലിയ കാര്യമാണ്. താഴേക്കിടയിലുള്ള അണികളുടെ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശികൾ ആരാണ്? ഞങ്ങളുടേതാണ് ഈ ജയം എന്ന് ഏറ്റവും ആധികാരികമായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിക്കോ കെ സുരേന്ദ്രനോ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനോ അല്ല. അത് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള അണിക്കാണ്. ബൂത്തുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള വോട്ടർമാരെ നേരിട്ട് കണ്ടു ചെന്ന് സമ്പർക്കം നടത്തി അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റോ അവർക്ക് വോട്ടർ സ്ലിപ്പോ അവർക്ക് ക്യാമ്പയിൻ മെറ്റീരിയലോ കൊടുത്തിട്ടുള്ള അവരെ വോട്ടിന് ഇലക്ഷൻ ബൂത്തിലേക്ക് എത്തിച്ചിട്ടുള്ള താഴെക്കടയിലുള്ള ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള പ്രവർത്തകൻ്റെ കൂടിയാണ് വിജയം. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ വിജയത്തിൽ അവകാശികളാണ്. ഈ നല്ല പ്രകടനത്തിന് ഏതെങ്കിലും ഒരു അത്ഭുതകരമായിട്ടുള്ള കാരണമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെ ഒരു സംയുക്തമായിട്ടുള്ള ഫലമാണ് ഇതെന്നാണ് കാണേണ്ടത്.